പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കുട്ടികളുടെ അനുമോദനമൊക്കെ കഴിഞ്ഞു. അവർ വീട്ടിൽ വന്നതിന് ശേഷം ഗൗതം പിങ്കിയോട് പറയുകയാണ്, ഒരു കാര്യം ഇപ്പം മനസ്സിലായി, ഗൗരിക്ക് അവളുടെ അച്ഛനെ പറ്റി യാതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഗൗതം പിങ്കിയോട് പറയുന്നുണ്ട്. അന്നേരം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നന്ദുമോൻ പറയുവാണ്, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഗൗരിമോളെയും ഡോക്ടർ ആൻറ്റിയും കൂടെ ഒരുമിച്ച് നമുക്ക് ദത്തെടുക്കാമെന്ന് പറയുവാണ്, അഡോപ്റ്റ് ചെയ്യാമെന്ന് പറയുവാണ്. അന്നേരം എല്ലാം പിങ്കിയുടെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്, ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നന്ദുമോൻ പറയുവാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗൗരിമോളോട് പപ്പയെ അങ്ങോട്ട് ദത്തെടുക്കാൻ പറയാം, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ കാര്യങ്ങളും ഒന്നും മോൻ അറിയത്തില്ല, പക്ഷേ ഈ പറയുന്ന ഓരോ വാക്കിലും നെഞ്ച് പിടയുന്നത് പിങ്കിയുടേതാണ്. പിങ്കി ആകെ ടെൻഷനോടെ ഗൗതത്തെ നോക്കുന്നുണ്ട്. ഏതായാലും അതങ്ങനെയും കഴിയുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുണിനെയാണ്. അരുണിന് മിക്കവാറും കുട്ടികളുണ്ടാകില്ല എന്ന് തന്നെയായിരിക്കും ഡോക്ടർ പറഞ്ഞത്. പുറത്തേക്ക് വരുന്ന അരുണ് ഇങ്ങനെ നമ്മുടെ പവിത്രയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതിപ്പം കളിച്ച് അരുൺ വിചാരിച്ചിരിക്കുന്നത് അരുണിനെ പവിത്ര ചതിച്ചു എന്നായിരിക്കും. പിന്നെ കാണിക്കുന്നത് ആകെ ടെൻഷനോടെ നിൽക്കുന്ന പിങ്കിയാണ്. പിങ്കിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത്രയും കൂടെ സംശയം IPSകാരനായ നമ്മുടെ ഗൗതത്തിനില്ല എന്നുള്ളതാണ്. പിങ്കി ആകെ ടെൻഷനോടെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു.